കൂട്ടുകാരെ നമസ്കാരം. കട്ടൻ ചായ 164 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളിൽ വളരെയധികം നന്ദിയും സന്തോഷവും ഉണ്ട്. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4490 പേര് ആയതിൽ സന്തോഷിക്കുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ് ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോരോ ഐറ്റംസ് എന്തൊക്കെയാണ് ചായ അനത്താൻ വേണ്ട സാധനങ്ങൾ അതെല്ലാം ഉണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം കുഞ്ഞു കുഞ്ഞു ബൗളുകളിലാണ്. ഇത് തേയിലയാണ്, ഡാർജിലിംഗ്, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ്. അത് ഈ കപ്പിനകത്ത്, ഈ ബൗളിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചായക്ക് വേണ്ട ചായപ്പൊടിയാണത്. ഇത് കറുവാപ്പട്ടയുടെ പൊടിയാണ്. അത് ആ പൊടി സ്വല്പം ഇട്ടാൽ മതി. അടുത്ത ആഴ്ച ആ കറുവാപ്പട്ട മൊത്തത്തിൽ നിന്ന് കാണിക്കുന്നതാണത്. ഇത് ഏലക്ക. ഇത് ഏലക്ക മൊത്തത്തിലുള്ളതും അരിഞ്ഞു വെച്ചതാണ് നമുക്ക് ചായക്കകത്ത് ഇടേണ്ടത്. അടുത്ത ഏറ്റവും ഇഞ്ചിയാണ്. ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതും ചായയിലിടും. ഇത് ചായ എടുക്കാനുള്ള കപ്പാണ്. ഇത് മധുരമാണ്, പഞ്ചസാര രഹിത മധുരം. അതെടുക്കാനുള്ളൊരു കുഞ്ഞ് സ്പൂണുണ്ട് കൂട്ടത്തിൽ. ഇതാണ് ആ സ്പൂണ്. അപ്പോൾ എല്ലാ സാധനവും നമ്മൾ കാണിച്ചു. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിച്ചു. ഇനി അതിൻ്റെ ഉപകരണങ്ങളാണ്. അതിൽ ആദ്യം വരുന്നത് ചെരുവനാണ്. ആ ചെരുവത്തിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നു. മഗ്ഗിനകത്ത്, മഗ്ഗെന്ന് പറയുന്നത് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റാണ്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നു. അത് അതിലേക്ക് ഒഴിച്ചു. ഇനി അതിൻ്റെ കൂട്ടത്തിലേക്ക് ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക. അത് 3 നമ്മൾ അതിലേക്ക് ഇടണം ഇപ്പോൾ. അപ്പോൾ അത് ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഏലക്ക ഇട്ടു. ഏലക്കയുടെ പുറകെ കറുവാപ്പട്ടയുടെ പൊടി. കറുവാപ്പട്ടയുടെ പൊടി ആ കുഞ്ഞ് സ്പൂണിന് സ്വല്പം എടുത്താൽ മതി. ഒരു നുള്ള് മതി. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അതിനൊരു രൂക്ഷതമായ പൊടിയായതുകൊണ്ട് ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ റീഡിങ് കാണിക്കുന്ന 120 എന്നാണ്. 120ൽ നിന്ന് നമുക്ക് 118, അതായത് 118 വരെ ആകുന്നവരെ ഇത് ഹീറ്റർ ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ അത് വെള്ളം തിളയ്ക്കും. അപ്പോൾ ഈ 2 മിനിറ്റ് സമയം സംസാരിക്കാനുണ്ട്. ഈ പ്രോഗ്രാം നടത്തുന്നത് കൺസിസ്റ്റൻസി, പ്രയറ്, ദൈവാധീനം, ഗുരുത്വം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ദിവസവും ഓരോ വീഡിയോ എന്നുള്ളൊരു അജണ്ട അനുസരിച്ചാണ് ഇതിടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്നതാണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാം. രാവിലെ 5:30 മണിക്ക് ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ നടത്തുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം അതിൽ കാണുന്ന വചനം കൊണ്ട് ബൈബിൾ വായിക്കാനായിട്ടുള്ളൊരു പ്രചോദനം വന്നതനുസരിച്ചാണ് ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അത് കാലക്രമേണ ഒരു സ്ഥിരം പരിപാടിയായി. ഇപ്പം നമ്മൾ 163 കഴിഞ്ഞ് 164ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വ്യൂവേഴ്സ് ഒക്കെ ആവശ്യത്തിന് കാഴ്ചക്കാർ കിട്ടുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് എൻ്റെ വാച്ച് അവർ കൂടുന്നുണ്ട്. അതുകൂടാതെ ഇതുകൊണ്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനും കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് ഒരു കമൻറ്റ് എഴുതുന്നവരും അവരെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനാണ് ആവശ്യമുള്ളത്. പഴയ ആൾക്കാർക്ക് ആവശ്യമില്ല. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ, അതായത് അത് ഫ്രീ ആണ്, അതിനൊന്നും ഒരു കാശും മുടക്കേണ്ട കാര്യമില്ല. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എനിക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ, എനിക്ക് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഒരു കമൻറ്റ്, എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് എഴുതേണ്ട കാര്യമില്ല. ഒന്നും എഴുതേണ്ട, ഒരു ഇമോജി ഇട്ടാൽ മതി. ഒരു ഹാർട്ടിൻ്റെയോ ഒരു പൂവിൻ്റെയോ എന്തെങ്കിലും ഒരു സിമ്പിൾ അതിൻ്റെ അകത്ത് ഇടുമ്പോൾ ഞാൻ മനസ്സിലാക്കും
നിങ്ങൾ പുതിയ ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ ആൾക്കാരെ അവരുടെ വീഡിയോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ ചാനൽ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ കമൻ്റ് ഇടാൻ പറയുന്നത്. അല്ലാതെ അതുകൊണ്ട് എനിക്ക് വേറെ നേട്ടമൊന്നുമില്ല. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ കാണുന്ന കമൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരുടെയാണത്. അപ്പോൾ അവരുടെ വീഡിയോ നമുക്ക് ഓൺ ചെയ്ത് നോക്കാൻ പറ്റും. ആ വീഡിയോ കണ്ടിട്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന് അതൊരു പിണക്കമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അതൊരു കുഴപ്പമുള്ള കാര്യമാണ്. അപ്പം വെള്ളം തിളച്ച് പൂർണ്ണമായും തിളച്ചുകൊണ്ട് അതിൻ്റെ സമയമെടുത്ത് തിളച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ ചായയുടെ തേയില ഇട്ടു. ആ തേയിലയ്ക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ എഴുതി വച്ചിരിക്കുന്നതാണ് ഇപ്പം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. കവർ വിത്ത് എ ലിഡ് ആൻഡ് ബ്രൂ ഫോർ 3 to 5 minutes. അതായത് അത് മൂടി വയ്ക്കുക, 3 മുതൽ 5 മിനിറ്റ് വരെ അത് മൂടി വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൂടി വയ്ക്കാനായിട്ട് നമ്മൾ മൂടി വെച്ചു. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുകയാണ്. അപ്പം പഞ്ചസാരയുടെ ആ മധുരത്തിനുള്ള സാധനം, ആ പഞ്ചസാര രഹിത മധുരം നമ്മുടെ ഫിൽറ്റർ യൂണിറ്റിലേക്ക് ഇട്ട് വെച്ചിരിക്കുക. 2 സ്പൂൺ, 2 ഗ്ലാസ് വെള്ളത്തിന് 2 സ്പൂൺ പഞ്ചസാരയുടെ മധുരം. പഞ്ചസാരയുടെ അല്ല, പഞ്ചസാര രഹിതം. അത് പ്രത്യേകം ഓർത്തോണം. പഞ്ചസാര ഇല്ലാത്ത അതാണ്. അതായത് ഡയബറ്റിക്സുകാരെ ഉദ്ദേശിച്ചായിരിക്കും കമ്പനി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഞാൻ അതിൻ്റെ വാതിൽ തുറന്നു, അതിൻ്റെ ലിഡ് അടപ്പ് തുറന്നു. അതിന് നമ്മൾ വെള്ളം അരിച്ചു, ചായ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തേയിലയൊക്കെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് മാറ്റി വയ്ക്കുന്നു. നമ്മൾ അരിച്ചെടുത്ത വെള്ളം കപ്പിലേക്ക് ഒഴിക്കുക എന്നുള്ള നടപടിയാണ് അടുത്തതായിട്ട് നടക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് കപ്പുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഒന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ട്, ആ മധുരം ഇളകി വരുന്നതിന് വേണ്ടിയിട്ട് ഇളക്കുകയാണ്. അപ്പോൾ അതിന് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഇരട്ടി മധുരമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പിന്നെ ഗ്ലൂക്കോസ് പൗഡറാണ്, എന്തോ ഒരു വെളുത്ത പൗഡർ. ചായ കപ്പിലേക്ക് ഒഴിച്ചെടുത്തു. ഈ കപ്പിലേക്ക് ഒഴിച്ചെടുത്ത ഈ ചായ നമ്മുടെ പ്രാർത്ഥനാ ടേബിളിലേക്ക് കൊണ്ടുപോകണം. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റിൽ ഫോട്ടോസ് എടുക്കും അതിൻ്റെ. അപ്പോൾ അത് പ്രാർത്ഥന ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് സജ്ജീകരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചതാണത്. സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് അതിനെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ആദരവോടുകൂടി ബൈബിൾ കൊണ്ടുവന്ന് വെച്ചു. ബൈബിളും തൊട്ട് നിൽക്കുന്നതാണ് കൈവരലോടെ കാണുന്നത്. നമുക്കിതിലേക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്. അത് ജൂലൈ 23 നടന്നതാണ്. അപ്പോൾ നമ്മുടെ 163, 164 കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഡേറ്റുമായിട്ടാണ്. ഇതിൽ നമുക്ക് വായിക്കേണ്ട സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ 13 അധ്യായത്തിൽ 1, 2, 3, 4, 5, 6, 7, 8 ആണ്. അപ്പോൾ ഞാൻ വായിക്കാം. മത്തായി അധ്യായം 13, വിതക്കാരൻ്റെ ഉപമ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്നു, കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ അവ തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.